വിശദമായ വാർത്തകളിലേക്ക് പോയാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ക്ഷണിച്ചത്. കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ടിറ്റോ തങ്കച്ചൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ടിറ്റോ, ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. മാർപ്പാപ്പയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമെന്നായിരുന്നു ഇതുവരെ ഉയർന്നിരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. അരമണിക്കൂർ നീളുമെന്ന് പ്രതീക്ഷിച്ച കൂടിക്കാഴ്ച ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു. സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ലലു പറഞ്ഞതുപോലെ ശരിക്കും ഭാരതത്തിലെ കത്തോലിക്കർ, ക്രൈസ്തവ സമൂഹമൊക്കെ വളരെ ആഗ്രഹിച്ച ഒരു തീരുമാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പലതവണ ഇന്ത്യയിലേക്ക് വരണം, ഇന്ത്യ സന്ദർശിക്കണമെന്നുള്ള അഭിപ്രായം പലതവണ പ്രകടിപ്പിച്ച ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. 30 മിനിറ്റ് നീളും എന്ന് കരുതിയ അവരുടെ കൂടിക്കാഴ്ച ഏതാണ്ട് 1.25 മണിക്കൂറിനടുത്ത് സമയം നീണ്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൊട്ടാരത്തിലുള്ള സ്വകാര്യ ലൈബ്രറിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നത്. വിദേശകാര്യ മന്ത്രി, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള വൻ സംഘം പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അവരും സമാന്തരമായ രീതിയിൽ വത്തിക്കാനിലെ മറ്റുദ്യോഗസ്ഥരുമായി ഈ സമയത്ത് ചർച്ചകൾ നടത്തി. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുതന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ, ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് അതിനുള്ള ക്ഷണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇനി അത് പ്രകാരമുള്ള നടപടികൾ പുറകാലെ ഉണ്ടാകും. ഇനി അതിൻ്റെ തീയതികൾ, ഏത് വർഷമാണ് വരുന്നത് തുടങ്ങിയ തീയതികൾ മറ്റും പ്രഖ്യാപിക്കപ്പെടും. അങ്ങനത്തെ ഒരു സന്ദർശനത്തിന് ഇനിയും ഭാരതത്തിലെ കത്തോലിക്ക സഭ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് പ്രകാരമുള്ള തയ്യാറെടുപ്പുകൾ അവരുടെ ഭാഗത്തു നിന്ന് വരുമെന്ന കാര്യം നിസ്സംശയം പറയാം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ചില ഉപഹാരങ്ങൾ സമ്മാനിക്കുകയുണ്ടായി. അതിൻ്റെ ചിത്രങ്ങളും മറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു ചെറിയ വിളക്കാണ് നൽകിയത്. അതുപോലെ ദ ക്ലൈംബ് എന്ന് പറയുന്ന ഒരു പുസ്തകവും, നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിച്ച പല അച്ചീവ്മെൻറ്റ്സും ഉള്ള ഒരു പുസ്തകവും അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നൽകുകയുണ്ടായി. ബ്രൗൺസിൽ തീർത്ത ഒരു ശില്പമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ച് നരേന്ദ്രമോദിക്ക് സമാനമായി നൽകിയത്. അതോടൊപ്പം ഒരു കുറിപ്പും ഫ്രാൻസിസ് മാർപ്പാപ്പ നരേന്ദ്രമോദിക്ക് നൽകുകയുണ്ടായി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുമെന്ന് കരുതിയ കൂടിക്കാഴ്ച 1.25 മണിക്കൂറിനടുത്ത് നീണ്ടു നിന്നു. വിവിധ വിഷയങ്ങൾ, ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗികമായ വാർത്തകൾ, സ്ഥിരീകരണങ്ങൾ വരുന്നതേ ഉള്ളൂ. എങ്കിലും പല കാര്യങ്ങളിൽ അവർ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു എന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഉപഹാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ചർച്ചകൾ ഉറപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പയും നരേന്ദ്രമോദിയും തമ്മിൽ നടന്നിട്ടുണ്ടാകും. കാരണം കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ സാമ്പത്തികമായ അസമത്വങ്ങൾ, കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ, ഇക്കാര്യത്തിലൊക്കെ വളരെ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പാവങ്ങളുടെ മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക പോലും ചെയ്യുന്നത്. സ്വാഭാവികമായും നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു ലോക നേതാവിനെ കാണുമ്പോൾ ഇക്കാര്യത്തിലുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം വേണമെന്ന കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറപ്പായും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ വളരെ ചുരുക്കം നേതാക്കൾക്ക് മാത്രം, ലോക നേതാക്കൾക്ക് മാത്രമാണ്, രാഷ്ട്രത്തലവന്മാർക്ക് മാത്രമാണ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വളരെ ചുരുക്കം നേതാക്കൾ മാത്രമാണ് ഇത് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വത്തിക്കാൻ എത്രത്തോളം താല്പര്യത്തോടെയാണ് കാണുന്നത് എന്ന മട്ടിൽ വളരെ നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ 2 മാർപ്പാപ്പമാർ, 3 തവണയെ 2 മാർപ്പാപ്പമാർ മാത്രമാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ക്ഷണത്തെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ്, വളരെ ആവേശത്തോടെ തന്നെയാവും കത്തോലിക്ക സമൂഹം, കത്തോലിക്ക സഭ വിലയിരുത്തുക എന്നതാണ് മനസ്സിലാവുന്നത്. ഏതായാലും ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്, ഇന്ത്യയുടെ രാഷ്ട്രത്തലവന് വത്തിക്കാനിൽ ലഭിച്ച സ്വീകരണം ആവേശകരം തന്നെയായിരുന്നില്ലേ?
അതെ, തീർച്ചയായും ലല്ലു പറഞ്ഞതുപോലെ വളരെ ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് വത്തിക്കാനിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇന്ന് രാവിലെ വത്തിക്കാൻ സമയം രാവിലെ 8:30 തന്നെ അദ്ദേഹം സാൻ ഡൊമോസോ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവിടെയാണ് രാജ്യങ്ങളുടെ പ്രതിനിധികളെ വത്തിക്കാൻ സ്വീകരിക്കുക. അവിടെ നിന്നും അവരെ മാർപ്പാപ്പയുടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോകുന്ന ഒരു പതിവാണ് വത്തിക്കാനിലുള്ളത്. അങ്ങനെ സ്വിസ് ഗാർഡ് ഉൾപ്പെടെയുള്ള വത്തിക്കാനിലെ സൈന്യം, മാർപ്പാപ്പയുടെ സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദരം അർപ്പിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രിയെ അവിടെയുള്ള ഈ വത്തിക്കാൻ കൊട്ടാരത്തിൻ്റെ ചുമതലയുള്ള കർദിനാൾ ആണ് അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. വളരെ ലല്ലു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി രാഷ്ട്ര തലവന്മാർ ഇപ്പോൾ റോമിലുണ്ടെങ്കിലും 3 പേർക്കാണ് മാർപ്പാപ്പയുമായി കണ്ട് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചത്. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റാണ്, മറ്റൊന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ്, മറ്റൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. ഈ 3 പേരെയും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഇന്നലെ 75 മിനിറ്റ് ആണ് നീണ്ടത്. 30 മിനിറ്റ് നീളുമെന്ന് പറഞ്ഞത് 75 മിനിറ്റ് നീണ്ടു. ഇന്ന് അത് ഏതാണ്ട് അതിൽ കൂടുതൽ സമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി മാർപ്പാപ്പയും സംഘവും സംസാരിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് അഭിമാനകരമാണ്. കാരണം ഇന്ത്യയോട് ചർച്ച ചെയ്യാൻ, സംസാരിക്കാനൊക്കെ അദ്ദേഹം കാണിക്കുന്ന താല്പര്യവും മറ്റും ശ്രദ്ധേയമാണ്. മുമ്പ് ലല്ലു പറഞ്ഞതുപോലെ തന്നെ 3 തവണയായി 2 മാർപ്പാപ്പമാരാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. 1964 ബോംബെയിൽ ഒരു രാജ്യാന്തര ദിവ്യകാരുണ്യ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോൾ ആറാമൻ പാപ്പ വന്നിരുന്നു. പിന്നീട് 86-ലും 99-ലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഈ പറഞ്ഞ പോൾ ആറാമൻ മാർപ്പാപ്പയൊക്കെ പിന്നീട് വിശുദ്ധരായി മാറുകയും ചെയ്തിരുന്നു. 1999-ൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്ന സമയത്തായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നത്. അദ്ദേഹം BJP പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇനിയും മാർപ്പാപ്പ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമ്പോൾ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്നതും ഒരു യാദൃച്ഛികമായി അങ്ങനെയും ഒരു കാര്യം ഇതിൽ സംഭവിക്കുന്നുണ്ട്. ലല്ലു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രകൃതിയോട്, അതായത് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദോഷങ്ങൾക്ക് അതൊരു പാപമാണെന്നും അതിനെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കേണ്ട പാപമാണ് എന്ന് പലപ്പോഴും മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുപോലെ സാമ്പത്തിക അസമത്വങ്ങൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ശ്രദ്ധേയമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് മാർപ്പാപ്പ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ ഈ വിഷയങ്ങൾ കൂടി ഉറപ്പായും ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിന് തക്കവണ്ണമുള്ള പരിഹാരം കണ്ട് മുമ്പോട്ട് ഇരു രാജ്യങ്ങൾക്കും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ളൊരു നയതന്ത്ര ബന്ധം അവരെല്ലാ കാലത്തും നല്ലവണ്ണം പുലർത്തിയിരുന്നു. ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് വത്തിക്കാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ പറഞ്ഞത് തന്നെ ഇന്ത്യയുമായി വലിയ നയതന്ത്ര ബന്ധമുണ്ട്, അത് കൂടുതൽ ശക്തമാകും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി വത്തിക്കാൻ സന്ദർശിക്കുമ്പോൾ എന്ന തരത്തിലാണ് വത്തിക്കാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അവരുടെ പ്രതികരണങ്ങൾ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടുള്ള അവരുടെ പ്രതികരണം വന്നത്. എന്തായാലും ഈ ഇത്രയും മണിക്കൂറുകളുള്ള ചർച്ചയൊക്കെ വളരെ സൂചകമാണ്. ഈ 2 രാജ്യങ്ങളും തമ്മിൽ അടുക്കുന്നു. പ്രത്യേകിച്ച് മാർപ്പാപ്പയ്ക്ക് പല രാഷ്ട്ര തലവന്മാരുമായും ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം തന്നെ കാതോർക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ച, അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അതെല്ലാം ലോകം ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതെല്ലാം ആവേശകരമായ വാർത്ത വന്നിരിക്കുന്നു.